ബാലറീന രാജകുമാരി. ഒന്ന് പെട്ടെന്നാവട്ടെ രാജകുമാരി കെലിയാൻ, നമ്മൾ ലേറ്റ് ആവുന്നു. വരാം വരാം. എന്തിനാ ഇങ്ങനെ തിരക്ക് കാണിക്കുന്നത്? വിരുന്നുകാരെയെല്ലാം സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അമ്മയാണ് നിങ്ങളോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അവരൊക്കെ എപ്പോഴേ വന്നു കഴിഞ്ഞു. നിങ്ങളാണ് വൈകുന്നത്. അത് കുഴപ്പമില്ല. ഈ കാല് വെച്ച് എനിക്ക് വളരെ പതുക്കെ നടക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഈ കാര്യം വേറെ ആർക്കും അറിയില്ല. എനിക്കും വേറെ ആരോടും പോയി പറയാൻ പറ്റില്ല. ഓ, അത് ശരിയാണല്ലോ. നമ്മള് ഇതല്ലേ ഒളിപ്പിച്ചു വെച്ചത്? അല്ലെങ്കിൽ നാണക്കേടാണ്. വളരെ മോശമാകും. നിങ്ങൾ വളരെ ക്യൂട്ടാണ് മിസ്. രാജകുമാരി കെലിയാന്റെയും റാണി റൊലീസയുടെയും മുന്നിൽ ഈ നൃത്താവതരണം ആരംഭിക്കാൻ പോകുന്നു. ഇതിൽ നമ്മൾ ഒരുപാട് താല്പര്യം കാണിക്കരുത്. പക്ഷേ ബാലറീന സുന്ദരിയാണ്. അതൊന്നും കണ്ട് നീ മനസ്സിൽ ആഗ്രഹങ്ങൾ കൂട്ടരുത്. മനസ്സിലായോ? മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കൈ തട്ടി രസിക്കണം. അത്രയേ ഉള്ളൂ. വീണ്ടും എന്നെ നാണം കെടുത്താൻ ശ്രമിക്കരുത് കെലിയാൻ. ഞാൻ കലയെ പ്രോത്സാഹിപ്പിച്ചു, അത്ര തന്നെ. നീ ഒരുപാട് അധികമായി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ നിനക്കൊരു കാലില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇത് കണ്ടാൽ നീ അടുത്തത് എന്താ ചെയ്യാന്നേ എനിക്കറിയാം. ബാലറീന ആകുമെന്ന് പറയും. പക്ഷെ എനിക്ക് ബാലറീന ആകാനാണ് ആഗ്രഹം. മതി, അത് വിഡ്ഢിത്തമാണ്. ശരി, അത് വിടൂ മിസ്. ഇവിടെ വേണ്ട. അകത്തേക്ക് വരൂ. കേറ്റ് മുത്തശ്ശി, കെലിയാൻ, ഓമനെ, എന്തു പറ്റി മോളെ? ഒന്നുമില്ല. നിന്റെ മുത്തശ്ശിയോട് പറയില്ലേ? ഈ കാലുകൊണ്ട് എന്റെ ജീവിതം തന്നെ നശിച്ചു. എന്താ കാലിന്? മതി മുത്തശ്ശി, നിർത്ത്. എങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ ചിരിപ്പിച്ചില്ലേ? ശരി, നീ പറ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ബാലറീന ആകണം. പക്ഷെ അമ്മ എന്നെ വിശ്വസിക്കുന്നില്ല. അവൾ അങ്ങനെ പറഞ്ഞോ? ഇല്ല. പക്ഷേ അങ്ങനെയെങ്കിൽ നീ ഇതെങ്ങനെ പറയും? എനിക്കറിയാം, ഇത് വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞു. അതും ശരിയല്ലേ? ഒരു കാലുള്ള പെണ്ണ് എങ്ങനെയാണ് ബാലറീനയാകുക? പറയൂ. അത് ശരിയാണ് മോളെ, എനിക്കും അതറിയില്ല. ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. മറുപടി നീ തന്നെ കണ്ടുപിടിക്കണം. നിനക്ക് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. നന്ദി മുത്തശ്ശി. ഈ സംഗീതപ്പെട്ടി കാണുമ്പോഴെല്ലാം നിനക്ക് എന്നെ ഓർമ്മയുണ്ടാകും. ഒരു കാര്യം നീ ഓർമ്മയിൽ വെക്കണം. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്കറിയാം. നന്ദി മുത്തശ്ശി. നിങ്ങളാണ് എന്റെ ജീവന്റെ തോഴി. എന്റെ മകൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ തീർച്ചയായും വിശ്വസിക്കുമായിരുന്നേ. നിന്റെ അച്ഛനും ഒരു കാര്യവും നടക്കില്ല എന്ന് ഒരിക്കലും പറയില്ല. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. നിങ്ങൾ എന്റെ കൂടെയുണ്ടെന്ന് എപ്പോഴും പറയും. പക്ഷെ മരിച്ചു പോയതിനു ശേഷം പിന്നെ എങ്ങനെ കൂടെ ഉണ്ടാകും? ഞാനിപ്പോൾ തനിച്ചായി. ഹലോ, താഴെ കിടന്ന് എന്താ ചെയ്യുന്നത്? ഞാൻ താഴെ വീണു. അങ്ങനെയെങ്കിൽ എഴുന്നേറ്റ് വാ. ഞാനാണ് മേരി ബെല്ല, രാജകുമാരി ദേവത ബാലറീന മേരി ബെല്ല, ഡാൻസർ രാജകുടുംബത്തിലുള്ളവൾ. പക്ഷെ നീ എന്നെ ഇത്ര വലുതാക്കി വിളിക്കണ്ട. എന്നെ മേരി ബെല്ല എന്ന് വിളിച്ചാൽ മാത്രം മതി. ഹായ്, എന്നോട് ക്ഷമിക്കൂ. ഒരുപാട് സമയം നല്ലതുപോലെ അഭിനയിക്കാൻ പറ്റില്ല. ഞാനെന്താ തലയിടിച്ചിട്ടുണ്ടോ? നിങ്ങളെന്താ ഈ സംഗീതപ്പെട്ടിയിൽ നിന്നാണോ വന്നത്? അതെ, ഞാൻ അവിടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇതിനു മേലേക്കില്ല. മന്ത്ര ബാലറീന സംഗീതപ്പെട്ടിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? ഇല്ല, ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഒരു ദുഷ്ടയായ ദേവത എന്നെ ഈ പെട്ടിക്കുള്ളിൽ അടച്ചു വെച്ചതാണ്. ഡാൻസ രാജവംശത്തിലേക്ക് മോശമായ സംഗീതം പരത്താൻ വേണ്ടി. അവളെ തടുക്കാൻ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ.
അതുമാത്രമല്ല, ഓരോ തവണ പെട്ടി തുറക്കുമ്പോഴും ഞാൻ നിർത്താതെ ഡാൻസ് ചെയ്യണമെന്നാണ് എന്റെ ശാപം. പക്ഷേ പെട്ടി തുറന്നാൽ മാത്രം. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. എന്തൊരു കഷ്ടമാണെന്നറിയോ? ഒരു മിനിറ്റ്, ആ മോശദേവത ഇപ്പോഴും ഉണ്ടോ? ഇല്ല, ഇല്ലേ ഇല്ല. മറ്റു ദേവതകളാരും അവളെ വെറുതെ വിട്ടില്ല. അവളുടെ കഥ തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്നെ കൊണ്ട് മാത്രമേ അവളെ തടുക്കാൻ പറ്റൂ എന്നല്ല. ഈ ചെറിയ പെട്ടിക്കുള്ളിൽ നിർത്താതെ ചുറ്റി 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 ഡാൻസ് ചെയ്തേയിരിക്കണം. എന്റെ കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർ എന്തുകൊണ്ട് നിങ്ങളെ പുറത്തെത്തിക്കാൻ വിചാരിച്ചില്ല? ഞാൻ പറയാൻ വരുന്നത് മുഴുവൻ കേൾക്കൂ. ഞാൻ എന്താ പറയാൻ വന്നതെന്നോ? എന്റെ കൂട്ടുകാരെ കൊണ്ട് എന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ല. ദുഷ്ടദേവതകൾ പുറത്തു പോയതിനു ശേഷവും ഈ സംഗീതപ്പെട്ടി വെച്ചിരിക്കുന്നവർക്ക് എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കപ്പെടൂ. പിന്നെ എന്താ ഇവിടെ വന്നത്? നിനക്ക് എന്റെ സഹായം വേണമെന്നാണ് അർത്ഥം. നിങ്ങൾ വന്നത് തെറ്റായ സ്ഥലത്താണ്. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് 3 വരം തരുമോ? ഞാൻ ഭൂതമല്ല, ഞാൻ ബാലറീനയാണ്, ദേവത. നീ ദുഃഖിതയാണെന്ന് എനിക്കറിയാം. അപ്പോ എനിക്ക് വരം തരില്ലേ? അതൊന്നും പറ്റില്ല. അത് കഷ്ടമാണ്. ഞാനൊരു നല്ല കാല് ചോദിച്ചു. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം എനിക്ക് ശീലമായി. കുഴപ്പമില്ല, വിടൂ. അത് നന്നായി. ശരി, ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കണമെന്ന് പറയൂ. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അത് ഒന്നുണ്ട്. പറയൂ പറയൂ പറയൂ. എനിക്ക് ബാലറീനയാകണം. അങ്ങനെ ആവട്ടെ. തീർച്ചയാണോ? തീർച്ചയായും. 6 വേണമെങ്കിലും ആകാം. ഈ കാല് വെച്ചിട്ടോ? എന്റെ അമ്മ പറയുന്നത്. നിന്റെ അമ്മ എന്തു പറഞ്ഞാലും നിനക്കെന്താണ്? അവരെന്താ വലിയ മഹാറാണിയാണോ? നീ രാജകുമാരിയാണെങ്കിൽ അവർ റാണിയായിരിക്കുമല്ലേ? ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ പെട്ടി വിട്ട് പുറത്തേക്ക് വരില്ലാന്ന് വിചാരിച്ചതായിരുന്നു. പെട്ടി തുറക്കുമ്പോഴെല്ലാം ഞാൻ ദുഃഖിതയായി ഡാൻസ് ചെയ്യുകയായിരുന്നു. പിന്നെ ആരായിരുന്നാലും എന്നെ എടുത്ത് വലിച്ചെറിയുമായിരുന്നു. അതല്ലാതെ എന്റെ വാങ്ങി നിന്റെ കയ്യിലാണ് തന്നത്. ഇപ്പോ ഞാൻ പുറത്തേക്ക് വന്നു. നിന്നെ സഹായിക്കാൻ പോകുകയാണ്. നീയാണ് എന്നെ മോചിപ്പിച്ചത്. ഇതിന് ഞാൻ നിനക്ക് ഫലം ചെയ്യും. നമ്മൾ ഇത് ചെയ്തേ മതിയാവുകയുള്ളൂ. അതെ, നമ്മൾ ഇത് ചെയ്യണം. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നെ കൊണ്ട് പറ്റും. ലേഡീസ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് നൃത്തം ചെയ്യൂ. സഷേ, അറബസ്ക്. അങ്ങനെ തന്നെ. നന്നായി നൃത്തം ചെയ്യൂ. 2 തവണ, പിന്നെ 3 തവണ. പിരവട്ട്. പിന്നെ നിങ്ങളുടെ ചോയ്സ്. ഇപ്പോൾ ചേഞ്ച് ചെയ്യൂ. ഇപ്പൊ ഒരു ഫാൻ കിക്ക് ചെയ്യൂ. നിൽക്കൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കൂ. ഓരോരോ സ്റ്റെപ്പായി നീങ്ങൂ. കുറച്ച് കുനിയണം. കൈ നീട്ടിപ്പിടിക്കൂ. തുടങ്ങൂ. ഇതാണ് അവസാനത്തെ റിഹേഴ്സൽ. ഞങ്ങൾ പഠിക്കാൻ വന്നതാണ്. മേരി ബെല്ല, വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഓക്കെയാണ്, പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ ഡാൻസ് ചെയ്യൂ. തീർച്ചയായും. ഇല്ല, നൃത്തം ചെയ്യൂ. ഗേൾസ്, എല്ലാവരും അവിടുന്ന് മാറൂ. വാ, വന്ന് നീയും ഡാൻസ് ചെയ്യ. എന്നെ കൊണ്ട് പറ്റില്ല. പറ്റുമോ അല്ലെങ്കിൽ മാറി നിൽക്കുന്നോ? എന്റെ സ്റ്റുഡിയോയിൽ നിനക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നിനക്ക് എന്ത് പറ്റുമെന്ന് നീ എന്നെ കാണിക്കണം. അവൾ നന്നായി ഡാൻസ് ചെയ്യും. അവൾക്ക് വേണ്ടി ഞാൻ കളിക്കാം. എന്ത്? എന്റെ പേര് മാഡം മിൽഡ്രേഡ്. എന്നെ നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ വിളിക്കണം. എന്റെ സ്റ്റുഡിയോയിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ മര്യാദ കാണിക്കണം. എനിക്കത് വളരെ പ്രധാനമാണ്. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും. 5 മിനിറ്റ് ലേറ്റ് ആയാൽ കൂടെ നിങ്ങൾ പുറത്തേക്ക് പോണം. വേഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. 5 മിനിറ്റ് മുൻപേ വന്നാൽ മാത്രമേ ശരിയായ സമയത്ത് എത്തുമെന്നർത്ഥം. നന്നായി തയ്യാറായി വരണം. ഇന്ന് നടക്കുന്ന റിഹേഴ്സൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നാളെ ഉച്ചയ്ക്ക് ഡാൻസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി വരണം. ആദ്യ ദിവസത്തെ ഡാൻസിന് 5 ദിവസം തുടർച്ചയായി ഈ ഡാൻസ് പഠിക്കാൻ നിങ്ങൾ വരണം. ഈ തീരുമാനം ഞാൻ എടുത്തതിന് നിങ്ങൾ എന്നെ ദുഃഖിതയാക്കില്ലെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലായോ? മാഡം മിൽഡ്രഡ്, എന്റെ കാല്. നിന്റെ കാലിൽ എന്താണ്? അതിന് യാതൊരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞാൽ ഞാനത് ശ്രദ്ധിച്ചതേയില്ല. നീ മറ്റുള്ളവരെ പോലെയാണ് ഡാൻസ് ചെയ്യുക.
പക്ഷേ എങ്ങനെ? ഒരിക്കലും നിർത്താതെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എങ്ങനെ? ഞാൻ നിന്നെ വ്യത്യാസമായി ട്രീറ്റ് ചെയ്യുന്നു നീ വിചാരിക്കണ്ട. കാലിങ്ങനെയുള്ളതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒരു കാലിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ വ്യത്യസ്തയല്ല. എല്ലാവരും എടുക്കുന്ന പരിശ്രമം നീയും കാണിക്കണം. നിനക്ക് ഒരു പരിഗണനയും ഇവിടെ കിട്ടില്ല, ചെറിയ രീതിയിൽ പോലും. മനസ്സിലായോ നിനക്ക്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ പരിശ്രമം നീ ചെയ്യണം. അപ്പോഴാണ് നീ ആഗ്രഹിച്ച വിജയം നിനക്ക് കിട്ടുകയുള്ളൂ. സത്യം പറഞ്ഞാൽ അവരെല്ലാം ഈസിയായി ചെയ്യും. അത് നിനക്ക് കഷ്ടമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നീ നന്നായി കേട്ടോളൂ. ഞാൻ ഈ പറയുന്നത് സത്യമാണ്. പ്രയത്നിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പറ, ഈ സമയം വേസ്റ്റ് ആക്കരുത്. എന്നെ കൊണ്ട് പറ്റും. നന്ദി. ഡാൻസർ രാജവംശത്തിന്റെ രാജകുമാരി ദേവത മേരി ബെല്ല. എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. ഡാൻസർ രാജവംശത്തിന്റെ രാജകുമാരി ദേവത ബാലറീന മേരി ബെല്ല. എല്ലാ നന്ദിയും നിങ്ങൾക്കാണ്. ദേവത ബാലറീന മേരി ബെല്ല എന്താ ചെയ്യുന്നത്? കെലിയാൻ എവിടെ? റാണിയെ ഒരിക്കലും കാത്തുവെപ്പിക്കാൻ പാടില്ല. രാജകുമാരി കെലിയാൻ അവിടെ ഇല്ലല്ലോ. അവൾ എവിടെ പോയി? അവളെ അന്വേഷിക്ക്. അത് പിന്നെ ഞാൻ അവളെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് സാവധാനത്തിൽ തീരുമാനമെടുക്കുന്നതാണ് നല്ലത് റാണി. പറ്റില്ല. ചില ആഴ്ചകളിൽ അവൾ ചില കാര്യങ്ങൾ ചെയ്യാറേയില്ല. ഇതിനു മുകളിൽ പറ്റില്ല. ഞാൻ അവളുടെ അമ്മയല്ലേ. അമ്മേ, മഹാറാണി എന്ന് വിളിക്ക്. മഹാറാണി, ഇവിടെ എന്താ ചെയ്യുന്നത്? നീ യാതൊരു ജോലിയും ചെയ്യാൻ വരുന്നതേയില്ല. എന്താണ് നിന്റെ പ്രശ്നമെന്ന് പറ. എന്താ നിന്റെ ഡ്രസ് ഇങ്ങനെ? ഒന്നുമില്ല. നീ എന്തായി ചെയ്തോണ്ടിരിക്കുന്നത്? അത് ഇതും ഒരു ഡ്രസ്സല്ലേ? എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇത് എന്ത് വസ്ത്രമാണെന്ന് ആദ്യം പറ. ഇത് ലിയോടാഡ് ബാലറ്റ് ഷൂസ്. ഞാൻ റിഹേഴ്സലിന് പോകുക. ഇത് വളരെ മോശമാണ്. നീ ബാലെ റിഹേഴ്സലിന് പോകുന്നോ? നീ ബാലറീനയാണോ? അത് എത്ര മോശമാണ്. ഞാൻ നന്നായി ചെയ്യുന്നുണ്ടമേ. മഹാറാണി, നിന്റെ കഥ കേൾക്കാൻ എനിക്ക് സമയമില്ല. ഈ യൂണിഫോം ആദ്യം മാറ്റ്. ഇത് ലിയോടാഡ് ആണ്. ആദ്യം അത് നീ മാറ്റ്. പുറത്തൊന്നും നീ പോകരുത്. നന്നായി വഴക്ക് കേട്ടോ. എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി നമ്മൾ എങ്ങനെ പോകും? അതിനൊരു വഴിയോ ഇല്ല. തീർച്ചയായും പോകാം. നീ ഇതെന്താ പറയുന്നേ? നീ ഒരു ഭൂതമല്ലല്ലോ. ഞാൻ നിങ്ങളോട് വരമൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വരം എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കാലാണ് ചോദിക്കുക. ആഹാ, വല്ലാതെ ചിരി വരുന്നു. നിന്നെ ഞാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. പേടിക്കണ്ട. ഇവിടെ നിന്നിങ്ങനെ ആലോചിക്കുന്നത് നിർത്തി ആദ്യം എന്റെ കൂടെ പുറത്തേക്ക് വാ. പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. പേടിക്കണ്ട, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ തന്നെ നിൽക്ക്. മഹാറാണി, അമ്മേ, എന്റെ ഓമനെ, നീ വളരെ കഴിവുള്ളവളാണ്. എന്റെ നൃത്തം കാണാൻ വേണ്ടി വന്നതാണോ? കാണണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നെ ആരും ക്ഷണിച്ചില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടാവില്ലെന്ന് വിചാരിച്ചു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു മോളെ. നിന്റെ കഴിവിനെ ഞാൻ ചെറുതാക്കി കാണിച്ചു. എന്റെ കാല് മറയ്ക്കാനേ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക്. അല്ല, അതാരാണ്? എന്റെ കൂട്ടുകാരി. അവൾ ആരായിരുന്നാലും ശരി, അവൾ പറഞ്ഞത് ശരിയാണ്. ഇതിൽ നാണക്കേടായി ഒന്നുമില്ല.
ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്റെ പേര് രാജകുമാരി കെല്ലിയാൻ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് ഒരു കാലില്ല, പക്ഷെ ഞാൻ അതിൽ അഭിമാനിക്കുന്നു. ഞാനും നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. ഇവൾ വിചാരിച്ചാൽ തീർച്ചയായും എല്ലാം നടക്കും. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്.